നമസ്കാരം. വാർത്താ നെക്സസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നിള നമ്പ്യാരെ കുറിച്ചാണ്. നിള നമ്പ്യാർ ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചല്ല, അവരുടെ പേര്, ജാതിവാൽ, അതിന്റെ പ്രിവിലേജ് എന്നതിനെ കുറിച്ച് തന്നെ. സംഭവം വളരെ ലളിതമായിരുന്നു. ഇത്രയും കാലം അഡൽട്ട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, നിള നമ്പ്യാർ എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അവർക്ക് ഇത്രയും കാലം യാതൊരുവിധ പ്രശ്നങ്ങളും അവരുടെ പേരുകൊണ്ടോ അവരുടെ ജോലിയുടെ ഭാഗമായി അവർക്ക് നേരിടേണ്ടി വരുന്നില്ല. എന്നാൽ അവർ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയും ആ ഇന്റർവ്യൂവിൽ വെച്ച് തന്റെ യഥാർത്ഥ പേര് ഒരു മുസ്ലിം പേരാണെന്നും താൻ ഇങ്ങനെ ഒരു പേര് പിന്നീട് സ്വീകരിച്ചതാണെന്നും ജാതിവാൽ ഉൾപ്പെടെയുള്ള പേര് താൻ പിന്നീട് സ്വീകരിച്ചതാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തതോടുകൂടിയാണ് അവർക്ക് നേരെ ഈ ജാതി മതവാദികളുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഈ കാര്യം വളരെ ലളിതമാണ്. ഇത്രയും കാലം എന്തുകൊണ്ട് അവർക്ക് അത്തരമൊരു ആക്രമണം നേരിടേണ്ടി വന്നില്ല? തീർച്ചയായും ആ ജാതിവാൽ നൽകിയിട്ടുള്ള ഒരു പ്രിവിലേജ്, ഒരു സംരക്ഷണം തന്നെയാണ് നാളിത്രയും അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. പ്രസ്തുത ഇന്റർവ്യൂവിലും അവർ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ലായിരുന്നെങ്കിൽ, അതായത് അവരുടെ യഥാർത്ഥ മതം, ജാതി മറ്റൊന്നായിരുന്നു എന്ന് അവർ വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ ഓരോ വ്യക്തികൾക്കും ജാതിവാല് നൽകുന്ന പ്രിവിലേജ്, അല്ലെങ്കിൽ ജാതി നൽകുന്ന പ്രിവിലേജ്. എന്ന് അവർ ആ ജാതിയിൽ ആ മതത്തിൽപ്പെട്ട ആളല്ല എന്ന് വ്യക്തമാവുന്നതോടുകൂടി അവർക്ക് നേരെ ശക്തമായ ആക്രമണമാണ് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് അഡൽട്ട് വീഡിയോകൾ ചെയ്യുന്ന സവർണ ജാതിവാലുള്ള മറ്റ് നിരവധി പേർ അവിടെ ഉണ്ട്. അപ്പോൾ സവർണ ജാതിവാല് വെച്ചുകൊണ്ട് അത്തരം വീഡിയോകൾ ചെയ്തു എന്നുള്ളതല്ല അവർ ചെയ്ത തെറ്റ്, മറിച്ച് അവർ ആ പ്രിവിലേജിന് അർഹയല്ല എന്ന് ജാതിവാദികൾ തിരിച്ചറിയുന്ന സ്ഥലത്താണ് ആ പ്രശ്നം തുടങ്ങുന്നത്. മുസ്ലിം സത്യവാദികളുടെ പ്രശ്നവും അത് തന്നെയാണ്. അവരുടെ പേര് അവരുടെ സത്വത്തിലുള്ള ഒരാൾ എന്നുള്ള നിലയിലേക്കാണ് അവർ അതിനെ കാണുന്നതും അതിനെ ആക്രമിക്കുന്നതും. തീർച്ചയായും ഇന്ത്യയിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഗതിയേക്കാൾ മേലെ നിൽക്കുന്നത് കാസ്റ്റ് എന്ന് പറയുന്ന അപ്പർ കാസ്റ്റ് പ്രിവിലേജ് തന്നെയാണ്. അപ്പർ ക്ലാസ് പ്രിവിലേജിനേക്കാൾ ഏറെ മേലെയാണത്. നമ്മളാണെങ്കിൽ ഈ പറയുന്ന എലൈറ്റ് ക്ലാസ്, എലൈറ്റ് കാസ്റ്റ് സാധനങ്ങളെ ഒരുപാട് പൊക്കിയടിച്ച് അതിനെ ആരാധിച്ച് നടക്കുന്ന ഒരു പ്രിവിലേജ് നൽകുന്ന ഒരു സമൂഹം തന്നെയാണ് മലയാളി സമൂഹം. അതുകൊണ്ടാണ് ഫാഷനബിളായി വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ വനിത അവർ വീഡിയോകൾ ചെയ്യുമ്പോൾ അതിന്റെ താഴെ പോയിട്ട് നന്നായിട്ടുണ്ട് ചേച്ചി, സൂപ്പറാണ് എന്നൊക്കെ പറയുകയും, അത്തരമൊരു പ്രിവിലേജ് ഇല്ലാത്ത ഒരാൾ ഒരു റീൽസ് ചെയ്യുകയാണെങ്കിൽ അതിനടിയിൽ പോയി ഇവളൊക്കെ ഈ പ്രായത്തിൽ എന്ത് കോപ്രായമാണ് കാണിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതേ സംഗതി തന്നെയാണ് സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ വിവിധ ബ്രാൻഡുകൾ ധരിച്ച് റീൽസ് ചെയ്യുമ്പോൾ അവിടെ പ്രോത്സാഹനം ലഭിക്കുകയും അത് വാർത്തകളാവുകയും, തെങ്ങുകയറ്റക്കാരന്റെ മകനായ പിണറായി വിജയന്റെ മകൾ ഒരു കമ്പനി തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പോയി വളരെ നീചമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയും മറ്റും ചെയ്യുന്നത്. അവർ അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തീർച്ചയായും വിമർശിക്കാം, അതിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാം. എന്നാൽ ഇവിടെ പ്രിവിലേജിന്റെ മറ്റൊരു വശമാണ് ഞാൻ പറയുന്നത്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ മലയാളിയുടെ ഈ ഒരു സ്വഭാവം. ഇതാണ് ഇവിടെ നിള നമ്പ്യാർ എന്തു പറയുന്നു ആ പ്രസ്തുത വ്യക്തി, അവരുടെ യഥാർത്ഥ സ്വത്വം എന്തോ ആയിക്കോട്ടെ, അവർ സ്വയം അവർ വിളിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജാതിവാൽ എന്ന് പറയുന്നത് വെറുമൊരു പേരാണ് എന്ന് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ജാതിവാദികളെ അവർ തുറന്നു കാണിക്കുന്നത്. ജാതിവാൽ എന്നുള്ളത് പേരല്ല, അത് പ്രിവിലേജ് ആണ്, അത് സത്വമാണ്, അത് ഒരുതരം അടയാളപ്പെടുത്തലാണ് അവരുടെ ജാതിയുടെ. അത് വ്യക്തമായിരിക്കുകയാണ്. മലയാളി സമൂഹം എന്ന് പറയുന്നത് എത്രയൊക്കെ പുരോഗമന മുഖംമൂടികൾ അണിഞ്ഞാലും ഈ പറയുന്ന ജാതിയുടെയും സത്വത്തിന്റെയും ഒക്കെ അടരുകൾക്കുള്ളിൽ തന്നെയാണ് അവരിന്ന് വീണ്ടും നിള തന്റെ പ്രസ്താവനകളിലൂടെ മലയാളിയെ തുറന്നു കാട്ടിയിരിക്കുകയാണ്. ജാതിയിൽ കീഴ നിൽക്കുന്നവൻ, അല്ലെങ്കിൽ ജാതിവാലിന് അർഹനല്ലാത്തവൻ, അവൻ വിദേശത്ത് പോയി പഠിച്ച് പഠനം വന്നാലും പോയി കുലത്തൊഴിൽ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു രാജവംശത്തെ ഇപ്പോഴും ഹിസ് ഹൈനസ് എന്നൊക്കെ പറഞ്ഞ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാളിക്ക് കൊടുത്ത ഒരു കനത്ത ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് നിള കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് മലയാളി പുനർവിചിന്തനം ചെയ്യാനൊന്നും പോകുന്നില്ല, എങ്കിലും ഒരു തുറന്നുകാട്ടൽ അത് ഈ കാലത്ത് അനിവാര്യമായിരുന്നു. വീണ്ടും പറയട്ടെ, ജാതിവാൽ എന്ന് പറയുന്നത് പേരല്ല, അത് പ്രിവിലേജ് തന്നെയാണ്. നന്ദി, നമസ്കാരം.